എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു പകൽ അരമണിക്കൂറിൽ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 7 at 7 ആരംഭിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കെന്ന് SIT. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന നടത്തി കൂടുതൽ സ്വർണം കടത്താനും ലക്ഷ്യമിട്ടു. ആസൂത്രണത്തിൽ നിർണായകമായി പങ്ക് പത്മകുമാറിനുണ്ടെന്നും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനുമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തീരുമാനം. തുടർന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മറ്റുള്ളവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇപ്പോൾ അറസ്റ്റിലായവർക്കും അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അടുത്ത കൂട്ടാളികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നതെന്നാണ് സൂചന. ബംഗളൂരുവിൽ വ്യവസായിയായിരുന്ന അജികുമാറിന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിൽ SIT പരിശോധന നടത്തിയിരുന്നു. പോറ്റിയുടെ മറ്റു കൂട്ടാളികൾ, സഹ സ്പോൺസർമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരെല്ലാം വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യമുന്നിലെത്തും. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന വഴി കൂടുതൽ സ്വർണം കടത്താൻ പ്രതികൾ ലക്ഷ്യമിട്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആസൂത്രണത്തിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ട്. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച തന്നെ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അപേക്ഷ ദേവസ്വം ബോർഡിന് നൽകിയത് കടകംപള്ളിയാണെന്നാണ് പത്മകുമാറിന്റെ മൊഴി. ജനം, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിടിമുറുക്കുകയാണ് പ്രസിഡന്റ് K. ജയകുമാർ. പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയില്ലാതെ വിഷയങ്ങൾ ബോർഡ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരരുതെന്ന് ഉത്തരവ്. അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ടവയുടെ വിശദാംശങ്ങൾ പ്രസിഡന്റിനെയും അംഗങ്ങളെയും മുൻകൂട്ടി അറിയിക്കണം. വിശദാംശങ്ങൾ അറിയാതെ വിഷയങ്ങൾ പരിഗണിക്കുന്നതിൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും K. ജയകുമാർ അറിയിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ബോർഡ് യോഗത്തിന്റെ നടപടിക്രമങ്ങളിൽ പുതിയ പ്രസിഡന്റ് K. ജയകുമാർ IAS കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയില്ലാത്ത ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് അയക്കരുതെന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉത്തരവിറക്കി. പ്രസിഡന്റ് അംഗീകാരം നൽകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ കുറിപ്പുകൾ ബോർഡ് യോഗത്തിന് മുൻപ് തന്നെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകണം. തീരുമാനങ്ങൾ എടുത്തതിന്റെ മാസ്റ്റർ കോപ്പിയിൽ ബോർഡ് അംഗങ്ങൾ ഒപ്പിടണം. അടുത്ത ബോർഡ് യോഗത്തിൽ കഴിഞ്ഞ യോഗത്തിന്റെ മിനിറ്റ്സിന് സ്ഥിരീകരണം നൽകണം. അധികാരപരിധിയിലുള്ള കാര്യങ്ങളിൽ അതത് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ തീരുമാനമെടുക്കണമെന്നും ഉത്തരവിലുണ്ട്. നേരത്തെ അജണ്ടയുടെ തലക്കെട്ടുകൾ മാത്രമാണ് യോഗത്തിന് മുൻപേ പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവിറക്കുന്നത്. വിശദാംശങ്ങൾ അറിയാതെയും ബോർഡിനോട്ട് അറിയാതെയും വിഷയങ്ങൾ പരിഗണിക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനം, തിരുവനന്തപുരം. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്ന് ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗിന്റെ പരിധി നിശ്ചയിക്കും. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ഇന്ന് പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൻ്റെതാണ് തീരുമാനം. തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ തീർത്ഥാടന മുന്നൊരുക്കങ്ങളിലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രി അവലോകന യോഗം വിളിച്ചത്. സന്നിധാനത്തെ തിരക്കിനനുസൃതമായി സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് എണ്ണം ക്രമീകരിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചത്. ദിവസവും എത്ര വരെ സ്പോട്ട് ബുക്കിംഗ് എണ്ണമാകാമെന്ന് പോലീസ് കോർഡിനേറ്റർ, സ്പെഷ്യൽ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരടങ്ങുന്ന കമ്മിറ്റി തീരുമാനിക്കും. സന്നിധാനത്തെ തിരക്കിനനുസരിച്ച് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് പരിധി വ്യത്യാസപ്പെടും. തിരക്ക് നിയന്ത്രണം, അടിസ്ഥാന സൗകര്യ അപര്യാപ്തത, ഭക്തജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പരാതികൾ ഇവ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും രൂക്ഷ വിമർശനം നടത്തിയ സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്നത്. തീർത്ഥാടന മുന്നൊരുക്കങ്ങളിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ച ശേഷം ഏറെ വൈകിച്ചേർന്ന അവലോകന യോഗം ഹൈക്കോടതി ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ചു. ശബരിമലയിൽ 400 ദിവസവേതനക്കാരുടെ ഒഴിവുണ്ടെന്ന് യോഗത്തിൽ വിലയിരുത്തി. പൊതുമരാമത്ത് ജോലികൾ നടന്നിട്ടില്ല. ഇത് ദ്രുതഗതിയിലാക്കണമെന്നാണ് വിലയിരുത്തൽ. ബയോ ടോയ്ലറ്റുകളടക്കം പ്രാഥമിക സൗകര്യങ്ങൾ പരിതാപകരമെന്നും ചർച്ചയായി. ഭക്തർക്ക് കുടിവെള്ളം ഉൾപ്പെടെ ലഭ്യമാക്കേണ്ടതും പരാതികളിൽ ഉയർന്ന പശ്ചാത്തലത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് തീരുമാനം. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടതും വിലയിരുത്തി. വരും ആഴ്ചകളിലും അവലോകന യോഗങ്ങൾ ചേർന്ന വിലയിരുത്തലുകൾ നടത്തും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ, ശബരിമല ക്രമസമാധാന ചുമതലയുള്ള ADGP S. ശ്രീജിത്ത്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ജനം, പത്തനംതിട്ട.
കാസർഗോഡ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ SDPI ഭീകരർ കസ്റ്റഡിയിൽ. പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹളയുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്ന് FIR. ജുമാ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു SDPIയുടെ ആക്രമണം. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പരിപാടിയല്ല, സർക്കാർ പരിപാടി. മധൂർ പഞ്ചായത്തിലെ ഉളിയത്തടുക്കയിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. ശുചിത്വ മിഷന് കീഴിലെ തിരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ് വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് SDPI പ്രവർത്തകർ ശ്രമിച്ചത്. ഹിന്ദുക്കൾ നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാക്കാനായിരുന്നു ശ്രമം. ജുമുഅ നമസ്കാരം തടസ്സപ്പെടുത്തുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ഒരു കൂട്ടം SDPI പ്രവർത്തകർ. സംഭവത്തിൽ 50ഓളം വരുന്ന ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. 2 SDPI പ്രവർത്തകർ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി അടിപിടി കേസുകളിൽ പ്രതികളായവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്നും FIR-ൽ ഉണ്ട്. ജനം, കാസർഗോഡ്. ഭാരതീയ സംസ്കൃതി സ്ത്രീവിരുദ്ധതയാണെന്ന് സ്ഥാപിക്കുന്ന നാടകത്തിന് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നൽകിയതിൽ വ്യാപക പ്രതിഷേധമുണ്ടാവുകയാണ്. രാമായണവും മഹാഭാരതവും പച്ചയായ സ്ത്രീവിരുദ്ധതയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് വിമർശനം. ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസികൾ പുണ്യഗ്രന്ഥമായി കണക്കാക്കുന്ന രാമായണത്തെയും മഹാഭാരതത്തെയും അവഹേളിക്കുകയാണ് നാടകത്തിലൂടെ. ഇതിനെ ചിലർ ടൂളാക്കിയിരിക്കുന്നതാകട്ടെ വിദ്യാർത്ഥികളെയും. ഹൈന്ദവ പുരാണങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നാടകത്തിനാണ് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്നത് ഏറെ ആശങ്കയോടെയാണ് ഹൈന്ദവ സമൂഹം നോക്കിക്കാണുന്നത്. മാത്രമല്ല, വേദിയിൽ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് നാടകകൃത്ത് ഇറങ്ങിപ്പോടാ എന്ന് പറയിപ്പിക്കുന്നതിലൂടെ എന്ത് സാംസ്കാരിക സന്ദേശമാണ് വിളിച്ചു പറയുന്നതെന്നാണ് ഉയർന്ന ചോദ്യം. നൂറുകണക്കിന് ആളുകളുള്ള സദസ്സിന് മുന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ട് അസഭ്യം വിളിച്ചു പറയിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഹൈന്ദവ സംഘടനയുടെ ആവശ്യം. ജനം, കോഴിക്കോട്. കർണാടകയ്ക്ക് പിന്നാലെ ബീഹാറിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാമിനെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തി. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹവും ഒരു ഭാഗത്ത് തുടരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നന്ദൻ, ഈ ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും അതോടൊപ്പം തന്നെ ബീഹാറിന്റെ സംഘടനാ ചുമതല വഹിച്ച കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധികളെയും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അവിടെ ആരംഭിച്ചിരിക്കുന്നു. മറുഭാഗത്ത് കർണാടകയിലാണെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA-മാർ തന്നെ ഡൽഹിയിലെത്തി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കാണുകയാണ്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങളെ എങ്ങനെ പ്രശ്നപരിഹാരം എന്ന ഫോർമുലയിലേക്ക് കൊണ്ടെത്തിക്കുവാനാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ശ്രമിക്കുന്നത്? നന്ദഗോപൻ. ഗൗതം, ആദ്യം ബീഹാർ സ്ഥാനാർത്ഥി നിർണയം മുഴുവൻ പാളി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കാശ് മാത്രമായിരുന്നു മാനദണ്ഡം എന്നുള്ളതാണ് പ്രധാനമായും പാളി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കാശ് വനിതാ കോൺഗ്രസിന്റെ അധ്യക്ഷ
സർവത് ജഹാൻ ഫാത്തിമ ഇന്നിപ്പോൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനമായും കോൺഗ്രസിന്റെ AICCയുടെ പ്രത്യേക നിരീക്ഷകനായിട്ടുള്ള കൃഷ്ണ അല്ലാരുവിനെതിരെ പ്രധാന ആരോപണം ഉയരുന്നു. കൃഷ്ണ അല്ലാരുവും രാജേഷ് കുമാറും ചേർന്നുകൊണ്ട് പണം വാങ്ങിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറിലെ 61 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. അർഹതപ്പെട്ടവരെ പാടെ തഴഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വനിതാ കോൺഗ്രസിന്റെ അധ്യക്ഷ തന്നെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുഴുവൻ ആൾക്കാരെയും, അതായത് ഈ പണം വാങ്ങി സ്ഥാനാർത്ഥിത്വം വിട്ടു നൽകിയ, മണ്ഡലങ്ങൾ വിട്ടു നൽകിയ മുഴുവൻ ഭാരവാഹികളെയും മാറ്റണമെന്നുള്ളതാണ് പ്രധാനമായും ഈ BPCCയുടെ അധ്യക്ഷൻ, ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജേഷ് കുമാറിനെ തന്നെ മാറ്റണമെന്നുള്ള ആവശ്യമാണ് പൊതുവിൽ ഉയരുന്നത്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര നിരീക്ഷകനായിട്ടുള്ള കൃഷ്ണ അല്ലാരുവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കഴിവുള്ള മറ്റാരെങ്കിലും ബീഹാറിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും അണികൾ മുതൽ ഒരു വിഭാഗം നേതാക്കൾ വരെ ഉയർത്തുന്നു. വലിയ ശക്തമായ രീതിയിലുള്ള ഒരു ഫ്രാക്ഷൻ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിൽ ഒരു തകർച്ചയുടെ വക്കിലാണിപ്പോൾ ബീഹാർ കോൺഗ്രസ് എത്തിപ്പെട്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 61 ഇടങ്ങളിൽ മത്സരിച്ച് 6 ഇടങ്ങളിൽ മാത്രം വിജയിക്കാൻ സാധിച്ചത്. അത് മാത്രമല്ല, അതിനൊക്കെ ഉപരി തന്നെ ഈ 6 ഇടങ്ങളിൽ വിജയിക്കാൻ സാധിച്ചത് പോലും ഇതര കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ്. കോൺഗ്രസ് പാടെ ബീഹാറിന്റെ മണ്ണിൽ നിന്നും അസ്തമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കർണാടകയിലേക്ക് വരുമ്പോൾ 2.5 വർഷം എന്നുള്ള ടേം നേരത്തെ തന്നെ അംഗീകരിച്ചതാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് DK ശിവകുമാർ അടക്കം, അല്ലെങ്കിൽ ആ ക്യാമ്പുകൾ ഉയർത്തുന്ന വാദം. ഭരണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ 2.5 വർഷത്തിന് ശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. AICC നേതൃത്വം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണം സിദ്ധരാമയ്യയും അംഗീകരിച്ചതാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. 2 ദിവസം മുമ്പാണ് കർണാടകത്തിലെ കോൺഗ്രസ് 2.5 വർഷം തികഞ്ഞത്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ ആ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായും ഒഴിയണം. DK ശിവകുമാറിന് കസേര നൽകണമെന്നുള്ള ആവശ്യമാണ് ഒരു വിഭാഗം DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA മാർ ആവശ്യപ്പെടുന്നത്. ഇത് കർണാടകത്തിൽ വലിയ ഒരു സ്ഫോടനം തന്നെ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. BJP ചൂണ്ടിക്കാണിക്കുന്നത് ഈ അധികാര തർക്കത്തിൽ കസേര വടംവലിയിൽ അവിടുത്തെ ഒരു ഭരണ സംവിധാനം തന്നെ നിശ്ചലമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കർണാടകത്തിലും കോൺഗ്രസ് ഈ തമ്മിൽ തല്ലി പോര് അവസാനിപ്പിച്ചിട്ടില്ല. വലിയ രീതിയിൽ തുടരുന്ന സാഹചര്യത്തിൽ കർണാടകത്തിലും കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. AICC നേതൃത്വം തന്നെ പലതവണ ഇടപെട്ടു. ഇരുവിഭാഗത്തെയും, സിദ്ധരാമയ്യയും അതേപോലെ തന്നെ DK ശിവകുമാറിനെയും അനുകൂലിക്കുന്ന MLA മാർ പലതവണ ഇപ്പോൾ AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. അതേപോലെ തന്നെ രാഹുലും അതേപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലുമായി പലതവണ ചർച്ച നടത്തി. എന്നാൽ ഇത് ചർച്ചയിലൊന്നും പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. DK ശിവകുമാർ പക്ഷത്തു നിന്നും ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകരുത്, ഇരുവിഭാഗങ്ങളും സംയമനം പാലിക്കണമെന്നുള്ള ഒരു അന്തിമമായ ഒരു താക്കീത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്. 2.5 വർഷങ്ങൾക്ക് മുൻപ് കർണാടകത്തിൽ മുഹബത് കി ദൂക്കാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് വലിയ തോതിലുള്ള ആഘോഷങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെയാണെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് നടന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ വലിയ തമ്മിൽ തല്ലായിരിക്കുന്നു. ഇതിലെടുത്തു കാണേണ്ട ഒരു വിഷയം, അന്ന് കോൺഗ്രസിന് അധികാരം കിട്ടുന്ന ഘട്ടത്തിൽ തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പോർവിളികൾ ആരംഭിച്ചതാണ്. അന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണല്ലോ ഈ 2.5 വർഷം എന്നൊരു ഫോർമുല. 2.5 വർഷങ്ങൾ സിദ്ധരാമയ്യ, അതിനുശേഷം DKയ്ക്ക് വരുന്ന 2.5 വർഷം. ഈ 2.5 വർഷം ഈ ഘട്ടത്തിൽ പൂർത്തിയാകുമ്പോൾ ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA മാർ ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഡൽഹിയിൽ ചർച്ചകൾ നടന്നു. അപ്പോൾ ഈ പ്രശ്ന പരിഹാരം എന്താണ്? എങ്ങനെ കർണാടക പോലെ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്ന്, അവിടെ എങ്ങനെ പ്രശ്നപരിഹാരം എന്ന ഫോർമുലയിലേക്ക് എത്താനാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്? നന്ദൻ, ഗൗതം, രൺദീപ് സുർജേവാലയാണ് AICCയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ പ്രത്യേക നിരീക്ഷണമായി കർണാടകത്തിലുള്ളത്. രൺദീപ് സുർജേവാല പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. DK ശിവകുമാറും അതേപോലെ തന്നെ സിദ്ധരാമയ്യയുമായി നേരിട്ടിരുത്തി ചർച്ചകൾ നടത്തി. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ളതാണ് DK ശിവകുമാർ പക്ഷം വ്യക്തമാക്കുന്നത്. DK ശിവകുമാർ നേരിട്ടും അക്കാര്യം വെളിപ്പെടുത്തി. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ DK ശിവകുമാറാണ് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ, KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ. ആദ്യം മുതൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് 2.5 വർഷം കഴിഞ്ഞാൽ താൻ ഈ സ്ഥാനം ഒഴിയും, പുതിയ ആൾ നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ളതാണ്. അതായത് KPCC അധ്യക്ഷൻ എന്ന സ്ഥാനത്ത് തളച്ചിട്ടുകൊണ്ട് മുഖ്യമന്ത്രി കസേര പാടെ നിഷേധിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ക്യാമ്പ് അതിനൊപ്പം ചേർന്നുകൊണ്ട് AICC നേതൃത്വം നടത്തുന്നത് എന്നുള്ളതാണ് DK ശിവകുമാർ ക്യാമ്പ് അല്ലെങ്കിൽ DK ശിവകുമാർ തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം രൺദീപ് സുർജേവാല ഇടപെട്ടുകൊണ്ട് ഇരുപക്ഷത്തും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരും പരസ്പരം മാധ്യമങ്ങളോട്
സംസാരിക്കുകയോ മാധ്യമങ്ങൾ വഴി പരസ്പരം ആശയങ്ങൾ കൈമാറുകയോ ചെയ്യരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അങ്ങനെ അത്തരം ഒരു ഇതുണ്ടായാൽ അത് BJPക്ക് കൂടുതൽ വളമാകും, അല്ലെങ്കിൽ BJPക്ക് അത് തിരിച്ചടി നൽകുവാൻ വേണ്ടിയുള്ള ഒരു വഴി നൽകുന്നതിന് തുല്യമാകുമെന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾക്ക് മേൽ ഇത്തരമൊരു സമ്മർദ്ദം ഇപ്പോൾ AICC നേതൃത്വം നൽകിയിരിക്കുന്നത്. ഗൗതം, രണ്ട് സംസ്ഥാനങ്ങളിൽ അതിസങ്കീർണമായ സാഹചര്യം നേരിടുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്ന്, അധികാരമുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടിയാണ് രണ്ട് നേതാക്കൾ തമ്മിൽ. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ആയിട്ടുള്ള DK ശിവകുമാറും അവിടെയുണ്ട്. 2.5 വർഷത്തെ ഫോർമുല ഇപ്പോൾ അംഗീകരിക്കുവാൻ സിദ്ധരാമയ്യ തയ്യാറാകാത്തതാണ് കോൺഗ്രസിനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കർണാടകയിൽ കൊണ്ടെത്തിക്കുന്നത്. നേരെ ബീഹാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ബീഹാറിൽ നാമാവിശേഷമായിരിക്കുകയാണ് ബീഹാർ. ഇതോടുകൂടി ബീഹാറിൽ കോൺഗ്രസിലൊരു സമഗ്രമായ അഴിച്ചുപണി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ബീഹാറിലേക്ക് അയച്ചിട്ടുള്ള സംഘടനാ ചുമതല വഹിക്കുന്ന ആളുകളെയും മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം കോൺഗ്രസിനകത്ത് തന്നെ ബീഹാറിൽ രൂപപ്പെടുന്നത്. S. നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പുമായി ശശി തരൂർ MP രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ എതിർചേരിയിൽ നിന്നാലും ഫലം പുറത്തുവരുന്ന മുറയ്ക്ക് ജനാധിപത്യത്തിനായി പ്രവർത്തിക്കണം, രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണമെന്നും തരൂർ Xൽ കുറിച്ചു. ട്രംപും മംതാനിയുമായുള്ള ചിത്രം പങ്കുവച്ചാണ് ശശി തരൂർ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഭാരതത്തിലും ഇത്തരം മാതൃകകൾ ഉണ്ടാകണമെന്നും തരൂർ പറഞ്ഞു. ശശി തരൂർ അടങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. വീണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് തരൂർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മംതാനിയുടെയും ചിത്രം റബേക്ക കാർഡ്സ് എക്സിൽ പങ്കുവച്ചിരുന്നു. ഈ ചിത്രം റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നേരെ തരൂരിന്റെ ഒളിയമ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള രാഷ്ട്രീയം ഇങ്ങനെയായിരിക്കണം, ജനാധിപത്യത്തിൽ ഇത്തരത്തിലായിരിക്കണം പെരുമാറേണ്ടത്. ഭാരതത്തിലും ഇതേ രീതിയിൽ മാറ്റം കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തരൂർ കുറിപ്പിലൂടെ പറയുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് രാംനാഥ് ഗോയങ്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശന പ്രസംഗത്തെ തരൂർ പുകഴ്ത്തിയത്. സമീപകാലത്ത് ഇത്രയും നല്ലൊരു പ്രസംഗം താൻ കേട്ടിട്ടില്ല എന്ന് തരൂർ പറഞ്ഞത് കോൺഗ്രസിന് അത്ര ദഹിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് മുന്നേ കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ പറ്റിയും രാഹുലിനെ ലക്ഷ്യം വെച്ച് തരൂർ ലേഖനം എഴുതിയിരുന്നു. SIRുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് വിളിച്ച യോഗം തരൂർ ബഹിഷ്കരിച്ചത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഓപ്പറേഷൻ സിന്ദൂറിലും തരൂരിന്റെ നിലപാട് കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. തരൂരിന്റെ ഇത്തരം നിലപാടുകൾ കോൺഗ്രസിനെ തുടർച്ചയായി വെട്ടിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജനം. സംസ്ഥാനത്ത് SIRന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തു. 99% ഫോമുകളും വിതരണം ചെയ്തുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇതുവരെ 26 ലക്ഷം ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചെന്നും എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എതിർപ്പുകൾക്കിടയിലും SIR നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. എന്യൂമറേഷൻ ഫോം വിതരണം 99.5% പൂർത്തിയാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ 26 ലക്ഷം ഫോമുകളാണ് ഡിജിറ്റലൈസ് ചെയ്തത്. BLOമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും അധിക ജോലി സമ്മർദ്ദമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള SIR നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരുന്നെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ പറഞ്ഞു. ഫോംസ് തിരിച്ചു വാങ്ങാൻ ഒരു ക്യാമ്പ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് സ്ഥലങ്ങളുള്ള വില്ലേജ് ഓഫീസ് സ്കൂൾസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായതിനാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് തന്നെ കുറേ ആൾക്കാർ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊത്തം കാര്യങ്ങൾ അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അനാവശ്യ വിവാദങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ നിന്നുള്ള ആത്മഹത്യയുമൊക്കെ SIRനെതിരെ ആയുധമാക്കാൻ CPM ശ്രമം നടത്തിയിരുന്നു. ഈ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും വളരെ വേഗം കൃത്യമായി തന്നെ മുന്നോട്ടു പോകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നു. SIR നടപടികൾ സുപ്രീം കോടതിയിലെത്തിയെങ്കിലും ഇതുവരെയും അതിന് സ്റ്റേ ചെയ്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നടപടികളെല്ലാം അതിവേഗം പൂർത്തിയാക്കി വരികയാണ്. അതേസമയം BLOയുടെ ആത്മഹത്യ CPM ഭീഷണിയെ തുടർന്നുള്ളതാണെന്ന് വ്യക്തമായിരുന്നു. അതേസമയം SIR വേണ്ടെന്ന മുൻ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയിരിക്കുകയാണ് മുന്നണികൾ. അനാവശ്യ എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുന്നണികളുടെ പിന്നോട്ടു പോകലിൽ നിന്ന് വ്യക്തമാണ്. ജനം, തിരുവനന്തപുരം.
ദക്ഷിണാഫ്രിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമൊരുക്കി ഭാരതീയ സമൂഹം. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന കലാപ്രകടനങ്ങളായിരുന്നു മോദിയെ വരവേറ്റത്. വിമാനത്താവളത്തിലെ ഔദ്യോഗിക സ്വീകരണത്തിനു ശേഷം ജോഹനാസ്ബർഗിലെ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ മോദി മോദി വിളികളോടെയാണ് ഭാരതീയ സമൂഹം വരവേറ്റത്. ഹൃദയം തൊട്ട സ്വീകരണമെന്നായിരുന്നു എക്സിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഹോട്ടലിൽ ഗണപതി പ്രാർത്ഥനയും ശാന്തി മന്ത്രവും ഉരുവിട്ട് കുട്ടികൾ പ്രധാനമന്ത്രിയെ അതിശയിപ്പിച്ചു. ഐക്യഭാരതത്തിന്റെ ഹൃദയതാളം എന്ന പേരിൽ ഭാരതത്തിലെ 11 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തനത് നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ഒരുക്കിയ സാംസ്കാരിക പരിപാടിയും പ്രധാനമന്ത്രിക്ക് മുൻപിൽ അരങ്ങേറി. വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയവർ നെഞ്ചോട് ചേർത്ത ഗംഗാമയ്യ എന്ന ഗാനവും പ്രധാനമന്ത്രി ഏറെ ആസ്വദിച്ചു. കുടിയേറ്റ ജനതയുടെ പ്രതീക്ഷയും തകർക്കാനാകാത്ത ആവേശവുമാണ് ഈ ഗാനത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭാരതവും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധം അടയാളപ്പെടുത്തുന്നതാണ് ഈ വരവേൽപ്പെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജനം.